കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വാദങ്ങൾ കേട്ട ശേഷം ഉച്ച കഴിഞ്ഞേക്ക് അതിന്റെ ബെയിലിന്റെ ഓർഡർ പറയാൻ വേണ്ടി വെച്ചു. ഇപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡാണ്, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആ വിധി കേട്ട പാടെ തന്നെ അദ്ദേഹം കോടതിയിൽ തലകറങ്ങി വീണു. ഒരുപക്ഷെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അല്ല, എന്തായിരുന്നു ആ കോടതിയുടെ ഒരു വിധി പ്രഖ്യാപിക്കുന്ന സമയം? സാധാരണ 3 മണി 3:30 പ്രഖ്യാപിക്കേണ്ടതാണ്, 4:30 മിനിറ്റ് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഒറ്റ വരിയിലാണോ കോടതി കാര്യങ്ങളൊക്കെ പറയുന്നത്? അവിടെ ഉണ്ടായിരുന്നായിരുന്നു വാദങ്ങൾ കേട്ട കോടതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഒരു വിധി പ്രസ്താവിച്ചത്. അതുകൊണ്ടാണ് ആ ടൈം. ഒറ്റ വരിയിലാണോ കാര്യങ്ങൾ പറഞ്ഞത് കോടതി? ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അത് തന്നെയായിരുന്നു. ഇത് കേട്ടപാടെ ബോബി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇത് കേട്ടപാടെ തന്നെ ബോബി തലകറങ്ങി അവിടെ വീഴുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ അതിന്റെ പരിചാരകർ ആൾക്കാർ കൂടെ കൂടി പോലീസുകാരുടെ കൂടി അദ്ദേഹത്തെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട്. അവിടെ നാടകീയമായ ഒരു സംഭവം തന്നെയായിരുന്നു. കൊഴിഞ്ഞു വീഴുന്നു. സാധാരണ ഈ അടുത്തെങ്കും അങ്ങനെയൊന്നും ആരും കൊഴിഞ്ഞു വീണിട്ടൊന്നുമില്ലല്ലോ. ബോബി ചെമ്മണ്ണൂരെ പോലെയുള്ള ഇത്രയും സ്ട്രോങ് ആയ ഒരാൾ പെട്ടെന്ന് തലകറങ്ങി വീഴുക എന്നുള്ളതിനെ കുറിച്ച്